ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയാൽ ഭാര്യ വീട്ടിലേക്ക് വിരുന്ന് വരുമ്പോൾ ഉമ്മാനോട് പറയും, ഉമ്മ ഞാനിനി കുറച്ചും കൂടിയൊക്കെ പഠിക്കാൻ പോവുകയാണ് എന്ന് പറയും. വാസ്തവത്തിൽ ജീവിതത്തിൽ വന്ന ഒരു പ്രയാസത്തെ മറികടക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണത്. പഠിക്കാൻ പോകൽ ദുശ്ശീലത്തിൻ്റെ ഗണത്തിൽ നമ്മൾ പെടുത്താത്തതുകൊണ്ട് നമുക്കത് മനസ്സിലായില്ല എന്നേ ഉള്ളൂ. ഇവിടുത്തെ ഈ പഠിക്കാൻ പോലെ ദുശ്ശീലം തന്നെയാണ്. മൊത്തത്തിൽ പഠിക്കാൻ പോലെ നല്ല കാര്യമാണ്, പക്ഷേ ഇവിടെ ഇത് കുടുംബജീവിതത്തിലുണ്ടായ ഒരു പ്രശ്നത്തെ മറികടക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന സമീപന രീതിയാണ്. അപ്പോൾ സ്ത്രീകൾക്കും ഈ സംഭവമുണ്ട്. പുരുഷന്മാർക്ക് വേഗത്തിൽ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ സാധനങ്ങൾ കിട്ടുന്നതുകൊണ്ട് അതിലേക്ക് നീങ്ങുന്നു, അല്ലാത്തവർ മറ്റൊന്നിലേക്ക് നീങ്ങുന്നു എന്നേ ഉള്ളൂ. രണ്ട് വിഭാഗവും നീങ്ങുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയത്തിൽ കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവിൻ്റെയും ഇണക്കങ്ങളും പിണക്കങ്ങളും അത് അതിരുകടന്നാൽ നമ്മൾ പറഞ്ഞു വിവാഹമോചനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നിരവധി കടമ്പകൾ കടന്ന് ചർച്ചകളിലൂടെയും പിന്നെ വിവാഹമോചനം ഒന്ന് തൊലാക്ക് ചൊല്ലിയാൽ പോലും സ്വന്തം വീട്ടിൽ തന്നെ നിൽക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിലേക്ക് നമ്മളിപ്പോൾ നൽകി. പക്ഷേ പലപ്പോഴും ഇതെല്ലാം തെറ്റിദ്ധാരണാജനകമായ രീതിയിലാണ് നമ്മുടെ ആളുകൾ ആദ്യം തന്നെ ഭാര്യയെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ടായിരിക്കും പിന്നെ എനിക്ക് അവളെ വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് കത്ത് എഴുതിയോ ആരുടെയെങ്കിലും വശം പറഞ്ഞയച്ചോ ഫോൺ ചെയ്തൊക്കെ പറയുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് പോകുന്ന സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഇണകൾക്കിടയിലേക്ക് സാറിന് പറയാനുള്ള ഏറ്റവും ഒരു ഉപദേശം എന്താണ്? നിയമങ്ങളും ചട്ടക്കൂടുകളും വ്യവസ്ഥകളും പാലിക്കാനുള്ളതാണ് എന്ന ബോധമുണ്ടാവണം. ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ചുള്ളൊരു കുഴപ്പം, ഒരു നിയമം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ലംഘിക്കാം എന്ന് നോക്കും എന്നതാണ്. കുടുംബജീവിതത്തിലും തന്നെയാണ്, വ്യക്തിപരമായ ജീവിതത്തിലും തന്നെയാണ്. നിയമം, വ്യവസ്ഥ, ചട്ടക്കൂടുകൾ, മാനദണ്ഡങ്ങൾ എന്നിവ പാലിക്കാനുള്ളതാണ്, ലംഘിക്കാനുള്ളതല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. സ്വന്തമായ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്, കല്യാണത്തിന് മുമ്പും അങ്ങനെ തന്നെയാണ്, വിവാഹത്തിന് ശേഷവും അങ്ങനെ തന്നെയാണ്, ഭാര്യ അങ്ങനെ തന്നെയാണ്, ഭർത്താവും അങ്ങനെ തന്നെയാണ്. എപ്പോഴും അധികാരബോധം ഉള്ളവരായിരിക്കുക, അവകാശബോധത്തിൽ മതിമറക്കരുത്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ പറയലുണ്ട്, 10-18 കൊല്ലം ഞാൻ ഓനെ നോക്കി വളർത്തിയിട്ട് ഓപ്പം എന്നോട് എന്താ ചെയ്തത് എന്ന് പറയുമ്പോൾ അതിലുള്ളത് അവകാശബോധമാണ്. 18 കൊല്ലം ഞാൻ അവനെ നോക്കി വളർത്തിയത് കാര്യമായി എന്തോ കിട്ടാനായിരുന്നു. നേരെ മറിച്ച് അധികാരബോധം എന്ന് പറഞ്ഞാൽ 18 കൊല്ലം ഞാനവനെ നോക്കിയിട്ട് ഞാൻ നോക്കിയത് ശരിയായില്ലേന്നാവോ, ഇത് അധികാരബോധമാണ്. ഭർത്താവിനും ഉണ്ടാവേണ്ടത് അധികാരബോധമാണ്, ഭാര്യയ്ക്കും ഉണ്ടാവേണ്ടത് അധികാരബോധമാണ്. അവകാശബോധം കൊണ്ടൊരു ഉപകാരമില്ല എന്ന് മനസ്സിലാക്കുക. നിയമം, ബൗണ്ടറി, ചട്ടക്കൂട് എന്നിവ പാലിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ട നല്ല ഉപദേശങ്ങളാണ് പ്രിയങ്കരനായ ഡോക്ടർ എ സാലിം ഫൈസി അവർ നമുക്ക് നൽകുന്നത്. സാന്ത്വനം ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നതും അങ്ങനെ തന്നെയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള നല്ല വാക്കുകളും നല്ല നിർദ്ദേശങ്ങളുമാണ് സാന്ത്വനത്തിലൂടെ നമ്മൾ നൽകുന്നത്. നിങ്ങളുടെ പ്രതിസന്ധികളെ, വിഷമങ്ങളെ പ്രിയങ്കരനായ സാലിം ഫൈസി അവരുമായി ചർച്ച ചെയ്യാവുന്നതാണ്.